മാതാവിന് ജീവനാംശം നൽകാൻ മക്കൾക്കും ബാധ്യതയുണ്ടെന്ന് ഹൈക്കോടതി. ഗൾഫിൽ 2 ലക്ഷം രൂപ വരുമാനമുള്ള മകന്റെ വാദം തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നിർണായക ഉത്തരവ്. പശുവിനെ വളർത്തി ജീവിക്കുന്ന അമ്മയ്ക്ക് ഒന്നും നൽകേണ്ടതില്ലെന്ന മകന്റെ ന്യായം കോടതി നിരസിച്ചു. വിവാഹിതനായ തന്റെ കുടുംബത്തെയാണ് സംരക്ഷിക്കേണ്ടതെന്നായിരുന്നു മകന്റെ നിലപാട്. എന്തു തന്നെയായാലും മാതാവിനെ സംരക്ഷിച്ചേ മതിയാകൂവെന്ന് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വ്യക്തമാക്കി. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിരവധി വൃദ്ധ മാതാപിതാക്കൾ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ട്. സ്വന്തം മക്കൾ അവർക്ക് ചിലവിന് കൊടുക്കാത്ത, അവരെ നോക്കാത്ത ഒരു സാഹചര്യം, അങ്ങനെ നരക തുല്യമായ ജീവിതം അനുഭവിക്കുന്നവർ. ഇവിടെ വളരെ സുപ്രധാനമായ വിധിയാണ് ഈ കേസിൽ അമ്മയെ മകൻ നോക്കാത്തതുമായി ബന്ധപ്പെട്ട കേസിൽ കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. എന്താണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്? ടോം, BNS 144 അനുസരിച്ചിട്ട് മക്കളിൽ നിന്ന് അമ്മയ്ക്ക് ജീവനാംശം ലഭിക്കാനുള്ള അർഹതയുണ്ട്. അത് മക്കൾ നൽകിയില്ലെങ്കിൽ നേരിട്ട് കോടതി ഇടപെടലിലൂടെ നിയമപരമായിട്ടോ അമ്മയ്ക്ക് ആ ജീവനാംശം ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെയുള്ള നിർദ്ദേശം തന്നെയാണ് ഇതിപ്പോൾ. ജീവനാംശം നൽകാൻ മകൻ വിസമ്മതിച്ചതോടുകൂടിയാണ് തിരൂർ കോടതിയിൽ നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ടത്. തിരൂർ കോടതിയുടെ വിധിയാണ് മാസത്തിൽ അമ്മയ്ക്ക് 5000 രൂപ വീതം ജീവനാംശം നൽകണം. ഈ മകന് 2 ലക്ഷം രൂപയോളം വരുമാനമുള്ള ജോലിയാണ് വിദേശത്തുള്ളത്. അതേസമയം മകൻ പറയുന്ന ന്യായീകരണം, താൻ വിവാഹിതരാണ്, തനിക്ക് മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ട ചുമതല തനിക്കുണ്ട്. അതേസമയം അമ്മ പശുവിനെ വളർത്തി ജീവിക്കുന്ന ആളാണ്, അമ്മയ്ക്ക് അതിൽ നിന്നും മികച്ച വരുമാനമുണ്ട്. അമ്മയുടെ ഭർത്താവ്, അതായത് അച്ഛൻ, അദ്ദേഹത്തിന് മത്സ്യബന്ധന ബോട്ടുണ്ട്, അതിൽ നിന്നും വരുമാനമുണ്ട്. അത്തരത്തിൽ തനിക്ക് അമ്മയെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല. അതല്ലെങ്കിൽ തൻ്റെ സംരക്ഷണ ഇല്ലെങ്കിലും ജീവിച്ചു പോകാവുന്ന, അല്ലെങ്കിൽ ചെലവുകൾ കഴിഞ്ഞു പോകാൻ പറ്റുന്ന പശ്ചാത്തലത്തിലാണ് അമ്മ നിലവിലുള്ളത് എന്നുള്ളതായിരുന്നു ഈ ഹൈക്കോടതിയിൽ മകൻ നൽകിയ, അതായത് തിരൂർ കുടുംബ കോടതി വിധിക്കെതിരെ മകൻ നൽകിയ അപ്പീലിന് അങ്ങനെയായിരുന്നു അപ്പീലിൽ മകൻ പരാമർശിച്ചത്. അതിലാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ വിധി വന്നിരിക്കുന്നത്. അമ്മയെ സംരക്ഷിക്കാൻ മക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് ഭർത്താവ് സംരക്ഷിക്കുന്നുണ്ടോ, അമ്മയ്ക്ക് മറ്റു വരുമാനമുണ്ടോ എന്നുള്ളത് മക്കളുടെ വിഷയം ആയിരിക്കരുത്. മകൻ വിവാഹിതനാണ്, അല്ലെങ്കിൽ മക്കളെ സംരക്ഷിക്കണം, ഭാര്യയെ സംരക്ഷിക്കണം. ഈ ഉത്തരവാദിത്തങ്ങൾക്കൊപ്പം അമ്മയും അച്ഛനെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടിയുണ്ട്. മകന് ഈ 2 ലക്ഷം രൂപ വരുമാനമുണ്ട്. 25,000 രൂപ തനിക്ക് ജീവനാംശം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അമ്മ തിരൂർ കോടതിയെ സമീപിച്ചത്. അതിലാണ് തിരൂർ കുടുംബ കോടതിയുടെ വിധിയാണ് 5000 രൂപ മാസം നൽകണം എന്ന് പറഞ്ഞ് വിധി വന്നിരിക്കുന്നത്. ആ വിധിക്കെതിരെയാണ് ഈ മകൻ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ ഇത്തരം നിരവധി തർക്കങ്ങൾ ഉണ്ടായപ്പോഴും മാതാപിതാക്കളെ ഈ വൃദ്ധസദനങ്ങളിൽ ഉപേക്ഷിക്കുകയും വഴിയിൽ കൊണ്ട് ഉപേക്ഷിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ കോടതി സ്വമേധയാ ഇടപെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അന്നും മക്കൾക്കെതിരെ നടപടിയെടുക്കാനും അതിന്റെ നിയമസാധ്യതയും ഒക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഉറപ്പിക്കുകയാണ് കൗസർ എടപ്പകത്തിന്റെ വിധി. ഈ വിഷയം ഉറപ്പിക്കുകയാണ് അമ്മയും അച്ഛനും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം മക്കൾക്കാണ്. അത് മാത്രമല്ല, അമ്മയ്ക്ക് ജീവനാംശം എന്ന് പറയുമ്പോൾ സാധാരണ ഈ വിവാഹമോചന കേസുകളിലൊക്കെ ഈ ഭാര്യയ്ക്ക് ജീവനാംശം നൽകുന്ന വിധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു തുക നിശ്ചയിക്കും, ഇത്ര രൂപ എല്ലാ മാസവും നൽകണമെന്ന്. ഈ കേസിൽ അങ്ങനെ മാതാവിന് എല്ലാ മാസവും ഒരു നിശ്ചിത തുക ചിലവനായി നൽകണമെന്നൊരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടോ? അത് തിരൂർ കുടുംബ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട് ടോം. 5000 രൂപ മാസം നൽകണമെന്നായിരുന്നു ആവശ്യപ്പെട്ട് കോടതി ഉത്തരവ് അങ്ങനെയായിരുന്നു. അമ്മ കോടതിയിൽ 25,000 രൂപ തനിക്ക് ജീവാംശം മാസം ലഭിക്കണം. കാരണം മകന് 2 ലക്ഷത്തിലധികം രൂപ ശമ്പളമുണ്ട്. അത്തരം ശമ്പളമുള്ള ജോലിയാണ് മകന് വിദേശത്തുള്ളത്. അതുകൊണ്ട് തനിക്ക് 25,000 രൂപ ജീവനാംശം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അമ്മ കോടതിയെ സമീപിച്ചിരുന്നത്. അങ്ങനെയാണ് തിരൂർ കോടതിയുടെ ഉത്തരവനുസരിച്ചിട്ട് 5000 രൂപ മാസം അമ്മയ്ക്ക് നൽകണമെന്നായിരുന്നു ഉത്തരവ്. ഈ ഉത്തരവ് ചോദ്യം ചെയ്താണ് മകൻ വീണ്ടും ഹൈക്കോടതിയിൽ എത്തുന്നത്. അതായത് ഈ 5000 രൂപ പോലും കൊടുക്കാൻ തനിക്ക് ബാധ്യതയില്ല, അതല്ലെങ്കിൽ തനിക്ക് അതിന് തയ്യാറല്ല എന്നുള്ള നിലപാടോട് കൂടിയാണ് മകൻ ഹൈക്കോടതിയിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് കോടതി ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയത്. BNS 144 അനുസരിച്ച് നേരത്തെ തന്നെ ഈ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ മാതാപിതാക്കൾ ജീവനാംശം നൽകേണ്ടുന്ന ഒരു സാഹചര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. മക്കൾക്ക് അച്ഛനെയും അമ്മയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിയുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാമെന്ന് തന്നെയാണ് നിയമം പറയുന്നത്. അങ്ങനെയാണ്, അത് തന്നെയാണ് ഇപ്പോൾ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നതും. പ്രത്യേകിച്ചും ഈ തിരൂരത്തിലെ കോടതിയുടെ വിധിയെ അത് സസ്റ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള നീക്കമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മകൻ ജീവനാംശം നൽകണം എന്നുള്ളത്, ഈ 5000 രൂപ നൽകണമെന്നായിരുന്നു തിരൂർ കോടതി വലിയൊരു ആശ്വാസകരമാണ്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആജ്ഞ
ഇതുപോലെ ദുരിത ജീവിതം നയിക്കുന്ന മക്കള് ചെലവിന് പോലും കൊടുക്കാത്ത മാതാപിതാക്കൾ നിരവധിയുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയെങ്കിൽ ഈ വിധി ഏറെ പ്രസക്തമല്ലേ, സുപ്രധാനമല്ലേ? സമാനമായ രീതിയിൽ ദുരിതം അനുഭവിക്കുന്ന മാതാപിതാക്കൾക്കെല്ലാം ഈ ഒരു വിധി സ്വാഭാവികമായിട്ട് അവർക്കൊരു ഗുണം ചെയ്യുന്നതാണ്. എന്താണ് കോടതി അതുമായി ബന്ധപ്പെട്ട്, അതായത് ഇത്തരം കുടുംബങ്ങളിൽ, പല കുടുംബങ്ങളിൽ ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കളെ കുറിച്ചോ മറ്റോ ഈ വിധിക്കിടെ പരാമർശം നടത്തിയിട്ടുണ്ടോ? ടോം, അമ്മ പശുവിനെ വളർത്തി വരുമാനം നേടുന്ന സ്ത്രീയാണ്. അതിൽ നിന്ന് മികച്ച ആദായം അവർക്കുണ്ട്. അതുകൊണ്ട് താൻ ചിലവ് നൽകേണ്ടുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് മകൻ കോടതിയിൽ, അതായത് ഹർജിയിൽ പരാമർശിച്ചപ്പോൾ കോടതി അതിൽ നടത്തിയ നിരീക്ഷണം ഇങ്ങനെയാണ്: അങ്ങേയറ്റവും ദൗർഭാഗ്യകരമാണ് ഇത്തരത്തിൽ വലിയ നിലയിൽ ജീവിക്കുന്ന ഒരു മകൻ, അതായത് മാസം 2 ലക്ഷം രൂപ വരുമാനമുള്ള ഒരു മകൻ, നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു മകൻ തൻ്റെ അമ്മ പശുവിനെ വളർത്തി ജീവിതകാലം, ശിഷ്ടകാലം കഴിഞ്ഞു കൂടണമെന്ന് നിർദ്ദേശിക്കുന്നത് തന്നെ, അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ അങ്ങേയറ്റം ദൗർഭാഗ്യകരമെന്നാണ് എന്ന സൂചനയോട് കൂടിയാണ് കോടതി വിധി പ്രസ്താവന നടത്തിയത്. എന്തായാലും ഈ അമ്മയുടെ അന്തസ്സിനെ പോലും പരിഗണിക്കാത്ത തരത്തിലാണ് മകൻ ജീവനാംശം നൽകാത്ത സാഹചര്യവും അത് അമ്മ ഏത് തരത്തിൽ ജീവിക്കണമെന്നുള്ള സാഹചര്യവും ചൂണ്ടിക്കാണിച്ചത് എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യം ടോം സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം ആശ്വാസകരമാണ്. പ്രത്യേകിച്ചും അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ വയസ്സായി കഴിഞ്ഞാലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചികിത്സിക്കേണ്ടതെന്ന സാഹചര്യമോ ഉണ്ടായിരിക്കുമ്പോൾ, കിടപ്പ് രോഗിയാകുന്ന സാഹചര്യം ഉണ്ടായി വരുമ്പോൾ വഴിയിലോ വൃദ്ധസദനങ്ങളിലോ ഒക്കെ ഉപേക്ഷിക്കുന്ന മക്കൾക്ക് ഇതൊരു സൂചന കൂടിയാണ് എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും കോടതി ഇത്തരം കാര്യങ്ങളിൽ അങ്ങേയറ്റം നിഷ്കർഷയോടുകൂടി തന്നെയാണ് ഈ വിഷയം പരാമർശിച്ചിട്ടുള്ളത്. അമ്മയ്ക്ക് വരുമാനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മക്കളുടെ പ്രശ്നമല്ല, പക്ഷെ മക്കൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും അമ്മയുടെ ചിലവിനുള്ള തുക നൽകേണ്ടത് മക്കളുടെ ഉത്തരവാദിത്തമാണ്. അത് നിയമപരമായി തന്നെ നടപ്പിലാക്കുകയാണ് നിലവിലുള്ളത്. ടോം, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഏറെ സുപ്രധാനമായ വിധിയാണ് ഈ കേസിൽ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്.